കഠാര രാഷ്ട്രീയം. അങ്ങനെയാണ് കണ്ണൂർ പ്രസിദ്ധപ്പെടുന്നത്. ഒരു CPM കാരോട് ചിക്കൻ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്തിട്ട് തലശ്ശേരി ഗവൺമെൻറ് ഹാസ്പിറ്റലിൽ ഞാൻ കണ്ടതിൽ ഖേദനമുണ്ട്. ഇവിടെ മർഡർ പോളിറ്റിക്സ് എന്നെ വളരെ വേദന കഴിച്ചു. AP അബ്ദുള്ള കുട്ടി ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ SFI ലീഡർ എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. P ജോയിമാരും KM എബ്രഹാംമാരും അതുപോലെ ലോക്നാഥ് ബെഹ്റമാരും ഒക്കെ കണ്ടു പഠിക്കേണ്ട ഒരു മനുഷ്യൻ കൂടിയാണത്. ഡോക്ടർ M രവികാന്ത് IAS ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ ഒരു കർഷക കുടുംബത്തിൽ മിഡിത്തി ബെൻസയ്യയുടെയും രത്നമ്മയുടെയും മകനായി 1960 നവംബർ 25 ജനനം. സ്കൂളിലെ ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്ത ജില്ലാ കളക്ടർക്ക് ജനങ്ങൾ കൊടുത്ത ആദരവ് കണ്ട രവികാന്തിന്റെ മനസ്സിൽ IAS മോഹം കൂടുകൂട്ടി. ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1981 ഇക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദം, 85 നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ നിയമനം, 86 IAS, കണ്ണൂർ സബ് കളക്ടർ, കണ്ണൂർ ജില്ലാ കളക്ടർ, കാഷ്യൂ എക്സ്പോർട്ട് കോർപ്പറേഷൻ MD, ഡൽഹി മുനിസിപ്പൽ കൗൺസിൽ ചീഫ് വിജിലൻസ് ഓഫീസർ, ഡൽഹി ലീഗൽ മെട്രോളജി സെക്രട്ടറി, കേരള സർക്കാരിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, കേന്ദ്ര സർക്കാരിൻ്റെ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ്, MOS ഫിനാൻസ് ആൻഡ് കമ്പനി അഫയേഴ്സ് പ്രൈവറ്റ് സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ, നാഷണൽ ഹാൻഡിക്യാപ്ഡ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, വൈദ്യുതി മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി, പ്രൊജക്ട്സ് ഡെവലപ്പ് ഇന്ത്യ ലിമിറ്റഡ് CMD, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ CMD, ഇന്റർനാഷണൽ സോളാർ അലയൻസ് അഡ്വൈസർ എന്നിങ്ങനെ നിരവധി പദവികൾ വഹിച്ചു. സിവിൽ സർവീസ് കരസ്ഥമാക്കിയതിനു ശേഷം 2000 ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB, 2003 ഓസ്ട്രേലിയയിൽ നിന്ന് MBA, 2010 ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്കണോമിക്സിൽ PhD, ഇപ്പോൾ HRDS ഇന്ത്യയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആൻഡ് ഡയറക്ടർ. അന്നത്തെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച്, കണ്ണൂരിലെ കഠാര രാഷ്ട്രീയത്തെക്കുറിച്ച്, VS അച്യുതാനന്ദനെയും K കരുണാകരനെയും പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും കുറിച്ച് DNA ന്യൂസിനോട് മനസ്സ് തുറന്ന രവികാന്ത് IAS എന്ന പച്ചയായ മനുഷ്യൻ. നമസ്കാരം. സർവീസിലിരിക്കുമ്പോൾ സകലവിധ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയും സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം സർക്കാരിൻ്റെ ഒത്താശയോടെ പല സ്ഥാനങ്ങളിലും കയറിപ്പറ്റി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുകയും ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരാളാണ് ശ്രീ രവികാന്ത് IAS. കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വഹിച്ചിട്ടുള്ള പദവികൾ അദ്ദേഹം തന്നെ പറയും. നമസ്കാരം സാർ. നമസ്കാരം. അങ്ങ് കേരളത്തിൽ എന്തൊക്കെ പദവികളാണ് വഹിച്ചിട്ടുള്ളത്? ആദ്യമായി DNA-ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. HRDS-നെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ഈ അവസരം തന്നതില്ല. ഞാൻ തലശ്ശേരി സബ് കളക്ടറായിട്ട് 1989 സെപ്റ്റംബറിൽ ചാർജ് എടുത്തു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു തലശ്ശേരി. RSS, CPM ക്ലാഷസ്, CPM മുസ്ലിം ലീഗ് ക്ലാഷസ്, എല്ലാ പ്രശ്നങ്ങൾ ഞാൻ ഇലക്കും മുള്ളിനും കേടുവരാതിരിക്കലോ കൈകാര്യം ചെയ്തിട്ട് അവിടെ ശാന്തി സമാധാനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി കൃഷി ചെയ്തിട്ടുണ്ട്. അത് അവിടെയുള്ള നേതാന്മാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് ശ്രമിച്ചത്. അതിനുശേഷം ഞാൻ കണ്ണൂർ കളക്ടറായിട്ട് 92-94 ഇടയിലോ ഉള്ളപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നാൽപ്പാട് വാസ് മർഡർ, സ്നേക്ക് പാർക്ക് എത്തിച്ചത്, അതേപോലെ നല്ല കൾച്ചറൽ ആക്ടിവിറ്റീസ് പോലും മൈത്രി മേള ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 92 ഡിസംബർ 25 മോഹൻലാൽ ഫിലിം സ്റ്റാർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലുള്ള പല പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ് ലോനും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ നമുക്ക് ഫൈനാൻസ് ചെയ്തത്. അങ്ങയുടെ വരവ് ആന്ധ്രയിൽ നിന്നാണ്. അതേക്കുറിച്ചൊന്ന് പറയാമോ? എവിടെയാണ് ആന്ധ്രയിൽ, എവിടെയാണ് അങ്ങ് ജനിച്ചത്, പഠിച്ചത്? ഫസ്റ്റ് 25 ഇയേഴ്സ് ഞാൻ ആന്ധ്രയിൽ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ നേറ്റീവ് പ്ലേസ് വെസ്റ്റ് ഗോദാവരിലോ പാലക്കൊല്ലു നർസാപൂർ പറയപ്പെടുന്ന വിജയവാഡന് 130 കിലോമീറ്റർ ദൂരത്തിലോ ഫെർട്ടൈൽ ഏരിയാസിലുള്ള സ്ഥലത്തിന് നിന്ന് വന്നതാണ്. എൻ്റെ ഫാദർ അഗ്രികൾച്ചറിസ്റ്റാണ്, കൃഷിക്കാരനാണ്. കണ്ണൂർ കളക്ടറായിരുന്ന ആളാണ്, ജില്ലാ കളക്ടറായിരുന്നു. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ MLA ആയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. എങ്ങനെയായിരുന്നു അതേക്കുറിച്ച്? അദ്ദേഹത്തിനെ അറിയാമോ? അദ്ദേഹവുമായി പരിചയമുണ്ടോ? അദ്ദേഹം എനിക്ക് തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നപ്പോൾ തന്നെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരി MLA ആയിരുന്നു. പിന്നെ 91 എലക്ഷൻസിലോ
ప్రభుత్వం మారి അവിടെ സർക്കാർ മാറിയത് കൊണ്ട് ആ ఎలక్షన్లో അദ്ദേഹം കൂത്തുപറമ്പ് MLA ആയിട്ട് ജയിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കൂത്തുപറമ്പുള്ള പ്രോഗ്രാംസിലോ ജനകീയ ഇലക്ടറായിട്ട് എല്ലാ സ്ഥലത്തിലും പോകുന്നുണ്ട്. അപ്പോൾ ഈ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രമ രാഷ്ട്രീയത്തിന് കുപ്രസിദ്ധമായൊരു സ്ഥലമാണ് കണ്ണൂർ. അവിടെ കൂടുതൽ ഈ ലാ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് റിട്ടയർ ആയതുകൊണ്ട് ഫ്രീഡം ഉള്ളത് കൊണ്ട് ഒരു വാക്കു ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കഠാര രാഷ്ട്രീയം. അങ്ങനെയാണ് കണ്ണൂർ പ്രസിദ്ധപ്പെടുന്നത്. വളരെ ഫേമസ് ജില്ല ആണ്. AK ഗോപാലൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ PD ആക്ട് മുതൽ K കരുണാകരൻ, കൊടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, ഇവരെല്ലാവരും ആ ജില്ലയിൽ നിന്ന് വന്ന ആളാണ്. ആക്ച്വലി DYFI രജിസ്ട്രേഷന് രാഷ്ട്രത്തിൽ തന്നെ ഹയസ്റ്റ് ആയിട്ട് കണ്ണൂരായിട്ട് പറയപ്പെടുന്നു. ഇവിടെ മർഡർ പോളിറ്റിക്സ് എന്നെ വളരെ വേദന വഹിച്ചു. അല്ല, അങ്ങയുടെ കളക്ടറായിരുന്ന സമയത്ത് നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ അവിടെ ഞാൻ കൈകാര്യം ചെയ്തു. ആ സമയത്ത് എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ലാൻഡ് ഓർഡർ മീറ്റിംഗ്സ് ആണ്, ലാൻഡ് ഓർഡർ പ്രശ്നങ്ങളാണ്. ഒരു സമയത്തിനുണ്ട് ഒരു ഇൻഷുറൻസ് കമ്മിറ്റി വന്നു. കൃഷ്ണൻ കനയാപരമ്പൽ അധ്യക്ഷത്തിലോ ഒരു ഇൻഷുറൻസ് കമ്മിറ്റി വന്നു. എല്ലാവർക്കും MLAക്ക് ഒരു കാറ് കൊടുക്കണം. കരുണാകരൻ കണ്ണൂർ വന്നാൽ അദ്ദേഹത്തിന് ബെഞ്ച് കാർ കൊടുക്കണം, ബെൻസ് കൊടുക്കണം. ഇത് ഒരു കളക്ടർ പരിധിയിലുള്ള കാര്യങ്ങളല്ല, കളക്ടർ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമല്ല. ആ സമയത്ത് സാമ്പത്തിക സ്ഥിതി, ആ സമയത്തുള്ള ടെക്നോളജി വളരെ കുറവാണ്. എന്നാൽ പോലും ഇവരുടെ ആഗ്രഹങ്ങൾ CPI CPM ആയിട്ട് പറയപ്പെടുമ്പോൾ പോലും അവർക്ക് ലക്സറീസിനെ പറ്റി വലിയ ആശങ്ക, വലിയ ആഗ്രഹം ഉള്ളത് വളരെ തെറ്റായിട്ട് എനിക്ക് ഈ സമയത്ത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. എനിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. നവംബർ 3, 1993 എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണ്. അന്ന് ഇൻഷുറൻസ് കമ്മിറ്റി ആയിട്ട് കൃഷ്ണൻ കണിയപ്പനമ്പൾ വന്നു. നമുക്ക് അവിടെ മർഡർ പോളിറ്റിക്സ്, നാൽപ്പാടി വാസു മർഡർ, ഇങ്ങനെയുള്ള പല നേതാക്കന്മാരും ഒരു CPM കാരോട് ചിക്കൻ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്തിട്ട് തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടതിൽ ഖേദനമാണ്. അദ്ദേഹം ഷെഡ്യൂൾ കാസ്റ്റാണ്, പട്ടിക ജാതിക്കാരനാണ്. ഒരു CPM കാരന്, ഒരു UDYFI വർക്കറായിട്ട് പറയും. മാത്രമല്ല ഈ AP അബ്ദുള്ള കുട്ടി ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ SFI ലീഡർ എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ആയുർവേദിക് കോളേജിനെ പറ്റി അവർ കളക്ടറേറ്റിൽ ഗരാവ് ചെയ്തു, എന്നെ പോലും അറ്റാക്ക് ചെയ്തു. AP അബ്ദുള്ള കുട്ടി അവിടെ ആ സമയത്ത് SFI ലീഡർ ആയിരുന്നു. 92-94 ആയുർവേദിക് കോളേജ് ഉണ്ട് അവിടെ. അതിനെ പറ്റി ഒരു കാരണം കിട്ടിയാൽ പോലും ബഹളം ഉണ്ടാക്കാൻ വേണ്ടി, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, ശാന്തി സമാധാനമായിട്ട് ജീവിക്കാൻ ആർക്കും ആഗ്രഹമില്ല. അതിന് ഇപ്പോഴും പുരോഗതിയുണ്ട്, SFIക്ക് വീണ്ടും പുരോഗതിയുണ്ട് അന്നത്തെ കാലത്തേക്കാളും. മാത്രമല്ല ഞാനും അവർക്ക് തുറന്ന് പറയുന്നതാണ്, 140 MLA മാത്രമേ ആക്കാൻ പറ്റൂ, 20 MP മാത്രമേ ആക്കാൻ പറ്റൂ. തങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചാൽ ഒരു IAS ഒരു IPS ഒരു എന്തെങ്കിലും ഭാരത് സർക്കാരിലുള്ള ജോലിയോ കേരള സർക്കാരിലുള്ള ജോലി ഈ കിട്ടാൻ സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടി സാറ് ഫൈനാൻസ് മിനിസ്റ്റർ ആയ സമയത്ത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്സിന് വേണ്ടി പല മീറ്റിംഗ്സ് എടുത്തിട്ടുണ്ട്. കളക്ടർ സച്ചിനാരായൺ ഡാഷ് സാറായിരുന്നു ആ സമയത്ത്, ഞാൻ സബ് കളക്ടറായിരുന്നു. അവരെല്ലാവരും മീറ്റിങ്ങിലോ കളക്ടറേക്കാളും സബ് കളക്ടറായിട്ട് അദ്ദേഹത്തിന് അവർക്ക് പേടിയാണ്. ഇദ്ദേഹം രവികാന്ത് വന്നാൽ വളരെ ഒരു ഗംഭീരമായിട്ട് കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആളാണ്. മാത്രമല്ല ഞാൻ CM ആയ കളക്ടറായ സമയത്ത് കുറച്ച് ജൂനിയറായിരുന്നു. ചീഫ് മിനിസ്റ്റർ കരുണാകരൻ സാറിനെ അവർ ചോദിച്ചു, പത്രക്കാർ, തങ്ങളെപ്പോലെ മാധ്യമക്കാർ, എങ്ങനെയാണ് ഒരു ജൂനിയറിനെ കളക്ടറായിട്ട് നിയമിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ജൂനിയറിറ്റി അല്ല, സീനിയാരിറ്റി അല്ല, എഫിഷ്യൻസി വേണം. ചുരുക്കത്തിൽ പറഞ്ഞു. അതേപോലെ അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ജോലി. ME രാഘവനും N രാമകൃഷ്ണനും മന്ത്രിമാരായിരുന്നു. ഒരാൾ ലേബർ മിനിസ്റ്റർ, മറ്റൊരാൾ കോർപ്പറേഷൻ മിനിസ്റ്ററാണ്. അവിടെ AKG കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എലക്ഷൻസ് പോലും ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് ആ എലക്ഷനിലോ പിണറായി വിജയൻ സാർ ശരിയായിട്ട് ഓർക്കണം, ഒരു ഭാഗത്തിന് തന്നെ UDF കാർ ലൈനിലോ മറ്റൊരു ഭാഗത്തിന് തന്നെ LDF കാരന്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട്, പിണറായി വിജയൻ സാർ എൻ്റെ അടുത്ത് വന്നിട്ട്, കളക്ടറെ നമ്മുടെ ആളോട് കൂടി വോട്ട് ചെയ്യിപ്പിക്കണം പറഞ്ഞപ്പോൾ, ഞാൻ വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി LDF ലൈനിൽ നിന്നെ പറഞ്ഞപ്പോൾ എന്നെ കണ്ണൂർ ഗസ്റ്റ് ഹൗസിലോ വിളിച്ചിട്ട് ME രാഘവനും ഭയങ്കരമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്.
ഈ രീതിയിലോ നമുക്ക് ആന്ധ്രയിലെ ഒരു കളക്ടർക്ക് എത്ര ബഹുമാനമാണ്, എത്ര സൗകര്യങ്ങളാണ്. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ചീത്ത വിളിക്കേണ്ടതാണ്, അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതാണ്. സോ എനിക്ക് ഒരു കൾച്ചർ ഷോക്കായി. എന്നാൽ പോലും ഞാൻ സഹിച്ചിട്ട് ആന്ധ്രാക്കാരനായാലും പോലും ഒരു SP അനിൽകുമാർ ഉണ്ടായിരുന്നു, വൈ അനിൽകുമാർ. അവർ പത്രത്തിലോ ഈവനിങ് ഡെയിലീസിലോ പടയാളി ഗടിയാളി ഇങ്ങനെ പേരുകളുമുണ്ട്. അവർ വെറുതെ നമ്മുടെ അവർ പത്രം വിൽക്കാൻ വേണ്ടി കളക്ടർ ഒരു ഗുണ്ട നേതാവാണോ ഒരു ഹെഡിങ് ആണ്. അതെല്ലാം നമ്മൾക്ക് ഈവനിങ് ഡെയിലി ആയിട്ട് വരും. നമ്മളെല്ലാം അവിടെ ഉദ്യോഗസ്ഥന്മാർ പഠിക്കും. ഇത് ഒരു പോസിറ്റീവ് സ്ട്രോക്സ് കുറവാണ്, നെഗറ്റീവ് സ്ട്രോക്സ് കൂടുതലാണ്. അവിടെ ഈ ജോലി ചെയ്തപ്പോൾ ഈ പൊളിറ്റിക്കൽ പ്രഷർ വല്ലാതെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ BP പൊളിറ്റിക്കൽ പ്രഷർ എന്താണ്? പൊളിറ്റിക്കൽ പ്രഷർ നമുക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഉള്ളപ്പോൾ പ്രഷർ എന്താണ്? ഭീഷണിയോ അതുപോലെ ഐ വിൽ ടെൽ യു ആൻ എക്സാമ്പിൾ. ആ സമയത്ത് യുനോ ദറ്റ് ഈവനിങ് കോളേജ് അഡൽട്ട് എഡ്യൂക്കേഷന് വേണ്ടി കുറച്ച് ഫണ്ട്സ് റിലീസ് ചെയ്യുന്നു. എനിക്കറിയില്ല, ഫയൽ വരും, അവരെല്ലാവരും വരും, ഞാൻ സൈൻ ചെയ്യും. ഞാൻ ഒരു ഫയൽ മറ്റു ദിവസത്തിന് വേണ്ടി വെക്കിട്ടില്ല. എത്ര ഗൺ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഒരു കാര്യത്തിൽ നമ്മൾ ലളിതമായിട്ട് ജീവിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ട് ഞാൻ ഒരു ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒരു LIG ഫ്ലാറ്റിലോ ഒരു റിഫ്യൂജി കോളനിയിലോ ഈ ഡൽഹിയിലോ റീഹാബിലിറ്റേഷൻ കോളനിയിലോ ജീവിക്കുന്നുണ്ട്. സൈക്കിളിൻ്റെ ട്രാൻസ്പോർട്ടായിട്ട് ഞാൻ 5 വർഷങ്ങളിൽ എന്നെ ഉപയോഗിക്കുന്നുണ്ട് റിട്ടയർ ആയതിനു ശേഷം. അല്ല, അവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രേക്ഷകരോടാണ്. കാരണം ഇന്നലെ അദ്ദേഹത്തിനെ ഒരാൾ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു സൈക്കിൾ വളരെ ഇതേ ഡ്രസ്സിൽ അദ്ദേഹം പോവുകയാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു കളക്ടറാണ്. ഇവിടുത്തെ അത്യാവശ്യം നല്ല രീതിയിൽ പല പോസ്റ്റുകളിലും ഇരുന്ന് നല്ല രീതിയിൽ സാമ്പത്തിക ശേഷിയുള്ളൊരു മനുഷ്യനാണ് ഇത്ര ലളിത ജീവിതം നയിക്കുന്നത്. ഈ VP ജോയിമാരും KM എബ്രഹാംമാരും അതുപോലെ ലോക്നാഥ് ബെഹ്റമാരുമൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു മനുഷ്യൻ കൂടിയാണിത്. അപ്പോൾ സാർ, ഈ അങ്ങ് കണ്ണൂരുണ്ടായിരുന്ന സമയത്താണ് പറശ്ശിനിക്കടവ് പാമ്പ് പറശ്ശിനിക്കടവ് പാമ്പ് ആ സമയത്തേക്ക് ഞാൻ VS സെന്തിലായ കളക്ടറായിട്ട് വന്നു. നവംബർ 25 1994 ആ സമയത്തേക്ക് ഞാൻ വിട്ടു. ഞാൻ കളക്ടറായിട്ട് ജോലി ചെയ്തത് മെയ് 14 92 മുതൽ ജൂൺ 15 94 വരെയാണ് ഞാൻ കളക്ടറായിരുന്നു. ഈ പറശ്ശിനിക്കടവ് ഫയറിംഗ് എല്ലാം 25 നവംബർ 1994 നമ്മുടെ ഈ കണ്ണൂർ രാഷ്ട്രീയത്തെക്കുറിച്ച് അതിലേക്ക് വരുമ്പോൾ ഈ കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഒന്നിലേറെ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2016 ശേഷം, അതായത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലൊട്ടാകെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ താരതമ്യേന കുറവാണ് മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച്. അന്നൊക്കെ വളരെ പ്രമാദമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവിടെ ആ ഒരു കലുഷിതമായ അന്തരീക്ഷമൊക്കെ എങ്ങനെ അങ്ങ് ഹാൻഡിൽ ചെയ്തു ആ സമയത്തൊക്കെ? എല്ലാ ദിവസവും നമുക്കൊരു പീസ് കോൺഫറൻസ് ഉണ്ടാക്കണം. അവിടെ വരും കോടിയേരി ബാലകൃഷ്ണൻ വരും, പിണറായി വിജയൻ സാറ്, ഈ K സുധാകരൻ വരും, ശ്രീമതി ടീച്ചർ ആ സമയത്ത് അങ്ങനെ ഡിസ്ട്രിക്ട് കൗൺസിൽ പ്രസിഡൻ്റായിട്ട്. പിന്നെ ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറായ സമയത്ത് TK ബാലനാണ് ഡിസ്ട്രിക്ട് കൗൺസിൽ പ്രസിഡന്റ്. പരിയാരം മെഡിക്കൽ കോളേജിന് വേണ്ടി ഞാൻ ലാൻഡ് എക്വയർ ചെയ്ത ആളാണ്. മട്ടന്നൂർ എയർപോർട്ടിൻ്റെ കാലഘട്ടത്തിലോ ഒരു സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇങ്ങനെ പല കാര്യങ്ങളിൽ, പല നേട്ടങ്ങളിൽ ആ സ്ഥലത്ത് വന്നിരുന്നു. പക്ഷേ ഈ കൊലപാതകങ്ങൾ കൂടുതലാണ് ആ സമയം. എല്ലാ സമയവും എനിക്ക് മിക്കവാറും ഈ പീസ് കോൺഫറൻസിലോ പീസ് മീറ്റിങ്ങുകളിലാണ്. പോലീസ് അതിനെതിരാണ്, അവർ ആക്ഷൻ എടുക്കാൻ വേണ്ടി വരും. പക്ഷേ ജില്ലാ കളക്ടറായിട്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായിട്ട് നമ്മൾ അത് പീസ് കോൺഫറൻസ് ചെയ്യണം. എന്തെങ്കിലും ശാന്തി സമാധാനങ്ങൾ ജനങ്ങൾ ചോദിക്കും, നമുക്ക് ശാന്തി വേണം, സമാധാനം വേണം. മറ്റുള്ള ജില്ലകളെ പോലെ അല്ല. കാരണം അങ്ങ് ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് കാണും. കാരണം 1 വർഷം ആയി കാണും ഏകദേശം. കണ്ണൂർ ADM നവീൻ ബാബു സൂയിസൈഡ് ചെയ്ത ഒരു സംഭവം അങ്ങ് അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനും ഉള്ളപ്പോൾ ഇതിപ്പോൾ 1 വർഷം മുമ്പ് ADM TT ആന്റണി ആയിരുന്നു. അദ്ദേഹം പോലും കരയുന്നുണ്ട് ആ സമയത്ത്. കാരണം അവർ ചീത്ത വിളിക്കും, കളക്ടറിനെ ബഹുമാനിക്കും, മറ്റേ ഒരാളിനെ എല്ലാവരും അവർ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ADMന് പോലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ അന്വേഷണം പോലും, കേസിൻ്റെ അന്വേഷണം പോലും, അതായത് ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ അന്വേഷണം പോലും ഒരിടത്തും എത്തിയിട്ടില്ല. അതിന് കാരണക്കാരായത് ഒരു CPMൻ്റെ നേതാവാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ
ഇന്ന് പോലും ആ ഒരു അവസ്ഥയാണെങ്കിൽ അന്ന് താങ്കളെ പോലെയുള്ള ഒരു കളക്ടർക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. നമ്മുടെ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചില ആളുടെ പേര് എനിക്ക് എടുക്കാൻ പറ്റും. ഒരു പ്രകാശ് ഉണ്ടായിരുന്നു, എം വി ജയരാജൻ ആ സമയത്ത് ഒരു യൂത്ത് ലീഡറാണ്. സോ ഞാൻ പീസ് കോൺഫറൻസ് വിളിച്ചപ്പോൾ ഡീലിംഗ് ക്ലർക്ക് അവർക്ക് ഡിവൈഎഫ്ഐക്കാരനെ വിളിക്കാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പരിചയം തന്നെ എം വി ജയരാജൻ സാറേ ഞങ്ങളെ വിളിച്ചില്ലല്ലോ താങ്കൾ, അങ്ങനെയാണ് പറഞ്ഞത്. നോക്കി കഴിയുമ്പോൾ ഒരു ശശികുമാർ ക്ലർക്ക് ഉണ്ടായിരുന്നു അവിടെ സബ് കളക്ടർ ഓഫീസിൽ തലശ്ശേരി, അദ്ദേഹം അവർക്ക് കൊടുക്കാനും വിട്ടുപോയി. ഇങ്ങനെ പ്രകാശൻ ഒരു യങ് ലീഡറാണ്. ഈ ശ്രീമതി ടീച്ചർ പോലും ദേ വർ ജസ്റ്റ് അപ്കമിങ് ലീഡേഴ്സാണ്. സോ ഇത്ര മോശമായിട്ട് ആ സമയത്തു സ്ഥിതിഗതികളില്ലായിരുന്നു. ഒരു നാൽപ്പാടി വാസു മർഡർ മാത്രമാണ് അവിടെ ഒരു ആ സമയത്ത്. നാൽപ്പാടി വാസു, അതോടെ ഞാൻ ഇടപെട്ടോട്ടെ. ഈ നാൽപ്പാടി വാസു വധം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ വളരെ പ്രസിദ്ധമായൊരു പ്രധാനപ്പെട്ട ഒരു കൊലപാതകമാണ് നാൽപ്പാടി വാസുവിൻ്റേത്. എന്തായിരുന്നു അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നാൽപ്പാടി വാസു മർഡർ ആയതായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിനാണ് ജനങ്ങൾ പോകുമ്പോൾ അവിടെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ പോലീസുകാർ പോലെ എൻ്റെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണ്ട. സോ ഞാൻ ഈ കൃത്യമായിട്ട് ഇപ്പോൾ താങ്കൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഡൽഹിയിൽ ഞാൻ താമസിക്കുന്നുണ്ട്. HRDS എനിക്ക് നൈബറായി, അയാൾക്കാരായതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ സെക്രട്ടറി മിസ്റ്റർ അജയ് കൃഷ്ണൻ വലിയ എളിമ കാണിക്കുന്ന ഒരാളായിട്ട് എനിക്ക് കാഴ്ചപ്പാട് കാണാൻ പറ്റും. മാത്രമല്ല HRDS ഇന്ത്യ പല ആൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ജോലി കൊടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടായ കാര്യം ഈ ജനങ്ങളിൽ തന്നെ. ഞാൻ തന്നെ ഇത്ര അനുഭവത്തോടുകൂടി ഒരു ആപ്ലിക്കേഷൻ ചീഫ് മിനിസ്റ്റർ കേരള കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു റീഎംപ്ലോയ്മെൻ്റ് ആയിട്ട് കേരളത്തിൽ വേണ്ട, ഡൽഹിയിൽ തന്നാൽ മതി, ഞാൻ ഡൽഹിയിൽ സെറ്റിൽ ആയിട്ടുണ്ട്. അദ്ദേഹം പോലും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ സമയത്ത് തന്നെ കരുണാകരൻ സാർ പറയുന്നുണ്ട് എനിക്ക് ജോലി കൊടുക്കാൻ പറ്റില്ലല്ലോ, ഒരു കോർപ്പറേഷൻ മിനിസ്റ്റർ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അങ്ങനെയാണ് അവരെല്ലാവർക്കും അറിയാം അതിൻ്റെ ഉള്ള. പക്ഷേ KM അബ്രഹാം സാറിനെ റീഅപ്പോയിന്റ് ചെയ്തു. ആ രീതിയിലോ എനിക്ക് റിപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇവിടെ കേരള ഹൗസിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ കൊടുക്കുന്നില്ല. ജോലി കൊടുക്കാൻ വേണ്ടി ആരും മുമ്പോട്ട് വരുന്നില്ല. HRDS പല ആൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്, ജീവനാധാരം ലൈഫ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ സ്കീമുകളെല്ലാം 9 സ്കീംസ് ഉണ്ട്. എല്ലാം നല്ല സ്കീംസാണ്. ഹൗസിംഗ്, ഹെൽത്ത്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അങ്ങ് HRDSന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറും കൂടിയാണ്. പ്രോജക്ട്സിനെ കുറിച്ചൊന്ന്. അഡ്വൈസറി ബോർഡ് നാഷണൽ ഇനിഷ്യേറ്റീവ്സ് ആണ്. കാരണം എനിക്ക് പഞ്ചായത്ത് മുതൽ പ്രധാനമന്ത്രി ഓഫീസ് വരെ കാര്യങ്ങൾ അറിയാം. അതേപോലെ എൻ്റെ ജീവനയാത്ര ഒരു ഹാംലെറ്റ് മുതൽ ഒരു ന്യൂഡൽഹി വരെ ആയി. നമുക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി മൂലാധാരങ്ങൾ വേണം. റോട്ടി, കപ്പട, മക്കാൻ പറയും. റൊട്ടി ഭക്ഷണം, ബ്രെഡ്, ഭക്ഷണം, വസ്ത്രം, വീട്. ഈ 3 നമുക്ക് ബേസിക് നെസസിറ്റീസ്. അവ പ്രൊവൈഡ് ചെയ്യുന്ന HRDS ഈ റൂൾസ് എല്ലാം നമുക്ക് പല റൂൾസ് ഉണ്ടാക്കാൻ പറ്റും. അത് ജനങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ, ജനങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിൽ ഗുണം എന്താണ്? HRDS മോട്ടോ എന്താണ്? വീടുകൾ ഉണ്ടാക്കാൻ. ഇപ്പോൾ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ബാഗ്സ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും അദ്ദേഹം ഷാൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ചെയ്യാനുള്ള ആവശ്യങ്ങൾ, മൗലിക അവകാശങ്ങൾ, മൗലിക ആവശ്യങ്ങൾ നേരിട്ടുകൊള്ളുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുന്നത് വളരെ സന്തോഷമാണ്. അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഗവൺമെൻറ് ആയാലും മാധ്യമങ്ങളായാലും. മാത്രമല്ല ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഫണ്ട്സ് വേണം. ഫണ്ട്സ് പോലും ഭാരത് സർക്കാരിനെ അതേപോലെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കണം. അതിനെപ്പോലെ HRDSനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അത് കേരളത്തിലെ പ്രേക്ഷകരോടാണ്. കാരണം കിറ്റെക്സ് കേരളത്തിൽ നിക്ഷേപം നടത്താൻ ഒരുങ്ങിയപ്പോൾ CPM അവിടെ കാട്ടിക്കൂട്ടിയതിൽ നമ്മൾ കണ്ടു. അവസാനം 4000 കോടി രൂപ തെലങ്കാനയിൽ നിക്ഷേപിച്ച് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു. അതുപോലെയാണ് HRDS അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് വന്നപ്പോൾ അതിന് തടസ്സം നിന്നത് സംസ്ഥാന സർക്കാരും CPM-ഉമാണ്. അതേ മാതൃക ഒഡീഷ സർക്കാർ സ്വീകരിച്ച് അവിടെ ആയിരക്കണക്കിന് വീടുകൾ അവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ കൂത്താടി ഈ മലിനജലം ഉള്ളിടത്ത് മാത്രമേ ഈ കൂത്താടി വളരൂ എന്നുള്ളത് പോലെയാണ് CPM. ദാരിദ്ര്യമുള്ളിടത്ത് മാത്രമേ ഈ ഒരു പ്രസ്ഥാനം നിലനിൽക്കൂ. അത് കേരളത്തിലെ പ്രേക്ഷകരോടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. കാരണം ദാരിദ്ര്യമുള്ളിടത്ത് CPM നിലനിൽക്കും, ദാരിദ്ര്യമില്ലാത്തടത്ത് ഒരിക്കലും CPMൽ നിൽക്കാൻ അണികളുണ്ടാവില്ല. അതുകൊണ്ട് ദാരിദ്ര്യം നിലനിർത്തേണ്ടത് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ CPMനെ തന്നെ ഇത്തരത്തിൽ വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഞാൻ ഈ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് ചിന്തിച്ച് നോക്കണം. അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇത്രയും ഒരുപാട് ആദിവാസികൾ ഇപ്പോഴും വളരെ കഷ്ടതയിൽ അവിടെ ജീവിക്കുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. നമുക്ക് IAS ട്രെയിനിങ്ങിലോ ഒരു ട്രൈബൽ അറ്റാച്ച്മെൻറ്റ് വെക്കും. ഒരാഴ്ച ട്രൈബൽ ഏരിയസിൽ പോയി ജീവിക്കണം. ഞാൻ അരുണാചൽ പ്രദേശിൽ ഷെപ്പ ജില്ലയിൽ നോക്കിയിട്ടുണ്ട്. ഒന്നുമില്ല അവരുടെ വീട്ടിൽ. അതേപോലെ കേരള ദർശനായിട്ട് കേരളത്തിലെ ഭാഗമായിട്ട് മൈക്കൽ വേദശിരോമണി ഒരു IAS ഓഫീസർ 1982 ബാച്ചാണ്. KM അബ്രഹാമിൻ്റെ ബാച്ച്മേറ്റാണ്. അദ്ദേഹം മുമ്പ് ഇന്ത്യൻ ഫാറസ്റ്റ് സർവീസിലുണ്ടായിരുന്നു. അദ്ദേഹംക്ക് താല്പര്യമുണ്ട് ഇങ്ങനെ പോലെ. ഈ കന്യാകുമാരിക്കാരനാണ്. നമുക്ക് കുറച്ച് ഏരിയാസ് അവിടെ തിരുവനന്തപുരത്തോ അടുത്തുള്ള ഒരു ട്രൈബൽ ഏരിയാസിൽ കൊണ്ടുപോയപ്പോൾ അവരുടെ വീട്ടിൽ ഒന്നുമില്ല. നമുക്കെല്ലാം ലഗ്ജറീസാണ്, കൂടുതലാണ്, അതിവൃഷ്ടിയാണ്, അവിടെ അനാവൃഷ്ടിയാണ്. ഇത് ബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നടപടികൾ, നമ്മുടെ പദ്ധതികൾ, നമ്മുടെ ബഡ്ജറ്റുകൾ എല്ലാവരും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കണം. അല്ല, അത് ഈ ആദിവാസികൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടാൽ പിന്നീട് അതിൻ്റെ പേരിൽ ഫണ്ട് കിട്ടില്ലല്ലോ, ആ ഫണ്ട് വകമാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും പറ്റില്ല. അത് ട്രൈബൽ സപ്ലൈനായിട്ട്. പക്ഷേ ഈ ലാസ്റ്റ് മാൻ റീച്ചിങ് ഉണ്ട്, അന്ത്യോദയ ഉണ്ട്. റീച്ചിങ്ങിന് വേണ്ടി ഒരു വളരെ ബുദ്ധിമുട്ടുണ്ട്. ജംഷഡ്പൂരിന് അടുത്ത് തന്നെ ഒരു ജാർഖണ്ഡ് സ്റ്റേറ്റിലോ ട്രൈബൽസ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ നടന്നിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പോയിട്ട് പോകണം. സോ വെരി ലോ ഹൈറ്റ് ഹൗസസ് ഉണ്ടാവും. സോ ഈ ട്രൈബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. കാരണം അവർക്ക് പ്രൈം ഇയേഴ്സ് പ്രിമിറ്റീവ് ഇയേഴ്സിലോ ദേ മിസ് സം ആൽഫാബെറ്റ്സ്. ഒരു ഗ്രാമർ ബുക്കില്ല, ഒരു ഡിക്ഷണറി ഇല്ല, ഒരു ഇൻപുട്സ് ഇല്ല, ഒരു ട്യൂഷൻ ഇല്ല, ഒന്നുമില്ല. ആ മിസ്സിങ് ലൈഫ് ലോങ് മിസ്സാകും. ഒരു ഉദാഹരണം പറയാം. സുശീൽ കുമാർ ഷിൻഡെ ഹോം മന്ത്രിയായി, കേന്ദ്രത്തിൽ ഹോം മന്ത്രി. പക്ഷെ അദ്ദേഹം ചെറുപ്പത്തിലോ ഒരു കോടതിയിൽ പ്യൂനായിട്ട് ജോലി ചെയ്തിട്ടു. പഠിക്കേണ്ട സമയത്ത് അങ്ങനെ ചെയ്യപ്പോൾ അദ്ദേഹം ആ മിസ്സായ ഇൻപുട്സ് ഉണ്ടല്ലോ, ക്വാളിറ്റേറ്റീവ് ഇൻപുട്സ്. എഫിഷ്യൻസി ഈസ് എ റേഷ്യോ ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്. ഇൻപുട്സ് ഉണ്ടെങ്കിലേ ഔട്ട്പുട്ട് വരും. ഇൻപുട്ട് ഇല്ല, ഔട്ട്പുട്ട് എങ്ങനെ വരും? അപ്പോൾ ആ പ്രിമിറ്റീവ് ഇയേഴ്സിലോ ആ പ്രൈം ഇയേഴ്സിലോ മിസ്സാകുന്ന ഈ ക്വാളിറ്റി ഇൻപുട്സ് ലൈഫ് ലോങ് മിസ്സാകും. അതുകൊണ്ട് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥാപനങ്ങളുള്ള HRDS പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ എൻകറേജ് ചെയ്യണം. സോ ഡെമോക്രസി, നാഷണാലിറ്റി, ആക്യുറസി, DNA ನಾನು നന്ദി രേഖപ്പെടുന്നു. വളരെ സന്തോഷം താങ്കളോട് സംസാരിച്ചതിലോ. എനിക്ക് തുറന്ന് പറഞ്ഞ സ്വഭാവമുള്ളൂ. ഞാൻ പറയുന്നത് സത്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ എന്നെ ആവശ്യപ്പെട്ടാൽ ഞാൻ വിശദീകരമായിട്ട് വളരെ സമയം കുറിച്ച് ഉള്ളത് കൊണ്ട് ഇത്ര ചുരുക്കത്തിൽ പറയാൻ സാധിച്ചിട്ടുണ്ട്. താങ്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും ജീവിതത്തിൽ കണ്ട അത്ഭുതങ്ങളിലൊന്നാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. കാരണം നമ്മുടെ ആഡംബര ജീവിതം നയിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഒരു അപവാദമായിട്ടാണ് രവികാന്ത് സാറുള്ളത്. അത് മറ്റുള്ളവർ കണ്ടുപഠിക്കട്ടെ, പ്രേക്ഷകരും തിരിച്ചറിയണം. ഇതുപോലുള്ള മനുഷ്യരില്ലെങ്കിൽ സമൂഹത്തിന് നിലനിൽപ്പില്ല. എന്തായാലും രവികാന്ത് സാറിന് ഒരുപാട് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.